ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ കൃഷ്ണാസ് വേൾഡ്. മാങ്ങ അച്ചാറിൻ്റെ അതേ രുചിയോടുകൂടി ഒരു പപ്പായ അച്ചാർ തയ്യാറാക്കിയാലോ? ആവശ്യത്തിന് പപ്പായ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി മാറ്റി വെക്കാം. അടി കട്ടിയുള്ളൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇവയിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാണ് ഇതിൻ്റെ ഭാഗം, അതുകൊണ്ട് നല്ലപോലെ ഇളക്കി എടുക്കാം. നല്ലപോലെ മൂത്ത് വരണം. വെളുത്തുള്ളിയുടെ നിറം മാറുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പാകം മനസ്സിലാകും. ഇതിലേക്ക് ചേർക്കാൻ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ, സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ യോജിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം ലോ ഫ്ലെയിമാണ് നല്ലത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടി കരിയാതെ നല്ലപോലെ ഇളക്കാം. അതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ചേർക്കാം. നല്ലപോലെ യോജിപ്പിക്കാം. ഇതിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. പപ്പായ ആദ്യം വഴറ്റിയെടുക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ചാറിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. കേടാകാതെ ഇരിക്കണമെങ്കിൽ തിളപ്പിച്ചാറിച്ച വെള്ളം വേണം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. പപ്പായയ്ക്ക് വേവ് കൂടുതലാണ്, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെന്തോട്ടെ. എന്നാൽ ഒത്തിരി വേകാനും പാടില്ല. ഒത്തിരി വെന്താൽ അച്ചാറിൻ്റെ ടേസ്റ്റ് നഷ്ടമാകും. തിള വരുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. വിനാഗിരി ചേർത്ത ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വിനാഗിരി ചേർക്കാം. ഉപ്പിട്ട് കൊടുക്കാം. മാങ്ങ അച്ചാറിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് പപ്പായ അച്ചാറിനും കിട്ടും. അതേപോലെ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയി ഇനിയും കാണാം. താങ്ക്